സമയക്കുറവ് മൂലം ഒന്നിലും ഇറങ്ങാൻ പറ്റാതിരുന്നതായിരുന്നു. ഇന്ന് അസിസ്റ്റൻറ്റുമായിട്ട് എന്തായാലും പറമ്പിലൂടെയൊക്കെ ഒന്ന് നടക്കാനിറങ്ങി. കുറച്ച് വിളവെടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നടത്താമെന്ന ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടിങ്കു. അവൻ എന്നെക്കാളും മുമ്പേ പറമ്പിലിറങ്ങാൻ പോവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൃഷി സ്ഥലത്തൂടെയൊക്കെ ഒരു പ്രഭാത സവാരി നടത്തി. ഇങ്ങനെ മരച്ചീനിയുടെ ഇടയ്ക്കൂടെയും പിന്നെ മുളക്, ഇലമുളകെന്ന് പറയുന്ന ഒരു തരം മുളക്, കാന്താരിയൊക്കെ തനിയെ കിളിർത്ത് വന്നതാണ്. അത് ഒരു അന്തവും ഇല്ലാതെയാണ് കായ പിടിക്കുന്നത്. ഒരു കെയറിങ്ങും കൊടുക്കാതെ തന്നെ ഇത്രയും സാധനങ്ങൾ തനിയെ നമ്മൾ കാന്താരിയൊന്നും നട്ടിട്ടേ ഇല്ല, തനിയെയാണ് കിളിർത്ത് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇടയ്ക്കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും. മുളക് പക്ഷേ നമ്മൾ തൈ മേടിച്ച് നട്ടാണ്. ഈ തൈ നട്ടിട്ട് അതിന് കൂടുതൽ വളം ചെയ്യലോ ഒന്നുമില്ല. കുരുടിപ്പിന് സൂഡോമോണസ് എന്ന് പറയുന്ന സാധനം അതൊന്ന് തളിച്ചു കൊടുത്തു. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുമെന്നല്ലാതെ മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. മഞ്ഞളും അതുപോലെ തന്നെ വെറുതെ നിലത്ത് വളമൊന്നും ഇടാതെ തന്നെ കൈക്കുന്താലി കൊണ്ട് കൊത്തിയിട്ട് കിളിർത്ത് നിറയെ മഞ്ഞളാണ്. അതിനിടയ്ക്ക് നമ്മുടെ ടിങ്കു കുഴൽക്കിണറില്ല, അവൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു. അതിനകത്ത് ചാടാനായിട്ടുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ അവനെ എങ്ങനെയെങ്കിലും അതിനകത്തുനിന്ന് പിടിച്ച് കൂട്ടിക്കയറ്റാനായിട്ട് കൊണ്ടുവന്ന വഴിക്ക് ഇയാൾ ഓടി വന്ന് കൂട്ടിക്കയറാൻ പറഞ്ഞപ്പോഴത്തെ അയാൾ കാറിൻ്റെ അടിയിൽ പോയി തല അകത്തിട്ടുകൊണ്ടിരിപ്പുണ്ട്. വിളിക്കുമ്പം ഇറങ്ങത്തില്ല. നമ്മൾ പിടിക്കാൻ ചെന്ന് ഇയാൾ കടിക്കാൻ വരും. ഇങ്ങനെ വിളിക്കും തോറും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തല വെളിയിലോട്ട് നോക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ടിങ്കു വാ വന്നേ, ഒരു രക്ഷയില്ല. അവൻ വിചാരിക്കുന്നത് ഞാൻ അവനെ കാണുന്നില്ലെന്നാണ്. എന്തായാലും വണ്ടി കയറാൻ പറഞ്ഞു, സ്കൂട്ടറിൽ കയറാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് സ്കൂട്ടറിൽ കയറിയിട്ടുണ്ട്. എന്തായാലും ഒരു പരുവത്തിൽ വന്ന് സ്കൂട്ടറിൽ കയറി. ഞാൻ അവിടെ ഇരിപ്പുണ്ടേ, അവനെ കൊണ്ടുപോകുന്നതാണ് അവൻ്റെ വിചാരം. ടിങ്കു കൂട്ടിപ്പോ, വന്നേ, കയറി പോയി. സ്കൂട്ടറിൽ കയറി അയാളുടെ ഉറക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് ഉറുമ്പെങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് വിളവെടുപ്പുണ്ട്, കുറച്ച് കോവൽ നിൽപ്പുണ്ട്, അതിന് കുറേ പറിച്ചെടുത്ത് നമുക്കൊരു വിപണിയുണ്ട്, കൃഷിഭവൻ്റെ വിപണിയുണ്ട്. അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച നമുക്കതിൻ്റെ പൈസ കിട്ടും. ഇത് ഇലമുളകെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷെ നല്ല എരിവാണ്, ഇഷ്ടംപോലെ പിടിക്കുകയും ചെയ്യും, നല്ല ഭംഗിയൊക്കെ കാണാം. ഇലയുടെ ആകൃതിയാണ്, ഇലയുടെ കളറുമാണ്. ഇത് മഞ്ഞളിൻ്റെ പൂവ്, അതിനിടയ്ക്ക് നിന്നൊരു മഞ്ഞൾ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് മഞ്ഞളിൻ്റെ ഇഞ്ചി ഇതിൻ്റെയൊക്കെ പൂക്കൾ കാണാനായിട്ട്. ഇത് കപ്പക്കിഴങ്ങ്. ഇതിൻ്റെ ഒരു വീഡിയോ, ഞാനൊരു ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അതിൻ്റെ പറമ്പിൽ ഒരു തൈ കിളിർത്ത് നിന്നു. അതിന് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വെറുതെ കൊണ്ടുവന്നു നമ്മുടെ പറമ്പിൽ കുത്തിവെച്ചതാണ്. അതവിടെ കിടന്ന് പടർന്ന് ഇത്രയും ആയിട്ടുണ്ട്. ഇതൊരു റെഡ് ലേഡി പപ്പായ തനിയെ കിളിർത്ത് വന്നത്. മുമ്പ് പപ്പായ ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ പഴുത്തിട്ട് വീണിട്ടോ എങ്ങനെ എന്തായാലും കിളിർത്ത് വന്നു. ചെറുതിലേ തന്നെ കായ പിടിച്ചു തുടങ്ങി, നിറയെ പൂക്കളാണ്. ഇതെൻ്റെ മുളക് കൃഷി. മുളക് ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഒരു 10 കിലോയോളം മുളക് പറിച്ചെടുത്തു. ഇതിനൊക്കെ നമ്മൾ ഒരുപാട് കെയറിങ് കൊടുക്കണ്ട. മുളക് പറിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത തളിര് വന്ന് അടുത്ത പൂക്കളായി എല്ലാം നല്ല ഭംഗിയായിട്ട്. ഇതിന് കുരുടിപ്പ് വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മരക്കമ്പ് നട്ടപ്പോൾ ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലാണ് മരക്കമ്പ് നട്ടത്. ഇതിപ്പം സെപ്റ്റംബർ. ഇപ്പോൾ പറിച്ചെടുത്ത് കുറേശ്ശെ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. കിലോ 50 രൂപ വെച്ച് നല്ല ഭംഗിയായിട്ട് കപ്പ കിട്ടുന്നുണ്ട്. ഇതിനും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ കൊത്തി വെച്ചതാണ്. ഒരു ജോലിക്കാരെ നിർത്തിയില്ല. കണ്ടില്ലേ, പെട്ടെന്ന് വേവുന്ന നല്ല രുചിയുള്ള കപ്പയാണ്. ഇത് കുമ്പളങ്ങയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തനിയെ കിളിർത്ത് വന്നപ്പം അത് അവിയൽ പച്ചക്കറിത്തോട്ടം എന്നും പറഞ്ഞ് ഞാനൊരു ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തായിരുന്നു. അതിൻ്റെ പിടിച്ച കുമ്പളങ്ങയാണിത്. ഇത് സാമ്പാർ മുളകെന്ന് പറയുന്നൊരു മുളകാണ്. നമ്മുടെ ഈ ട്രിവാൻഡ്രം സൈഡിലൊക്കെ സാമ്പാറിലൊക്കെ ഇടുന്ന, ഇറച്ചിയിലൊക്കെ ഇടുന്നൊരു മുളക്. ഇത് നമ്മുടെ പച്ചമുളക് ഇന്ന് പറിച്ചെടുത്തതാണ്. ഇതും വിപണിയിലേക്ക് തന്നെ
കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ അവർ പൈസ ഇട്ട് തരും. നമ്മളതിൻ്റെ പുറകെ അങ്ങ് നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല ശരിക്കും. ഇതൊരു അഡീഷണലായിട്ട് എല്ലാവർക്കും കിട്ടുന്നൊരു വരുമാനമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. മുളക് പിടിച്ചു കഴിഞ്ഞൊരു അന്തമില്ലാതെ പിടിക്കും. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ദിവസം ഇന്ന് തുടങ്ങി.